കഴിഞ്ഞ വർഷം 7000-ലും കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ വർഷം പകുതി വരെ 2000-ലും കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകളും അതിലും അധികം. കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പനി ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ എന്നത് ഒരു വൈറൽ അസുഖമാണ്. പ്രധാനമായും കേരളത്തിൽ ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി എന്നീ 2 സ്ട്രെയിനുകളാണ്. ഇൻഫ്ലുവൻസ എയിൽ പ്രധാനമായും H1N1, H3N2 എന്ന് പറയുന്ന 2 സ്ട്രെയിനാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇൻഫ്ലുവൻസയുടെ രോഗലക്ഷണം എന്ന് പറയുന്നത് കടുത്ത പനി, തലവേദന, ശരീരവേദന, ജലദോഷം, മൂക്കൊലിപ്പ് എന്നുള്ള ഏതൊരു വൈറൽ പനി പോലെ തന്നെ ഉള്ള രോഗാവസ്ഥകളാണ് ഉണ്ടാവുക. ഭൂരിഭാഗം ഇൻഫ്ലുവൻസ കേസുകളിലും ഇത് അധികം പ്രശ്നമാക്കാതെ തന്നെ അവസാനിക്കുന്നതാണ്. ചില പ്രത്യേക ഗ്രൂപ്പ് ആൾക്കാരുകൾ ഇത് സീരിയസ് ആവാനും ഇത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതൽ കാണുവാനും ഇടയാവുന്നു. ഹൈ റിസ്ക് ഗ്രൂപ്പ് അഥവാ ഏറ്റവും പരിചരണം വേണ്ടപ്പെട്ട ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് 65 വയസ്സിന് മുകളിലും 5 വയസ്സിന് താഴെയുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, പ്രഗ്നൻസി കഴിഞ്ഞ് അഥവാ ഡെലിവറി കഴിഞ്ഞ് 2 ആഴ്ച ഉള്ള ആ ഒരു പീരീഡ്. അതുകൂടാതെ നമ്മൾക്ക് എന്തെങ്കിലും അൺകൺട്രോൾഡായി ഷുഗർ, പ്രഷർ, കരൾ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട്, ശ്വാസകോശമായ രോഗങ്ങൾ എന്നിവയുള്ളവർക്കും ഇതിന്റെ ഒരു സീരിയസ് ഫോമിലോട്ട് ആവാനുള്ള സാധ്യത വളരെയധികമാണ്. ഇൻഫ്ലുവൻസയ്ക്ക് മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ കൂടാതെ ചില പ്രത്യേക ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തീവ്രമായ പരിചരണം ആവശ്യമാണ്. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇൻഫ്ലുവൻസയിൽ വരുന്ന വാർണിംഗ് സൈൻസ് അഥവാ തീവ്രമായ രോഗലക്ഷണങ്ങൾ പ്രധാനമായും ശ്വാസം മുട്ടലുകൾ, നെഞ്ചുവേദന, ബോധക്ഷയം, അതുകൂടാതെ അപസ്മാരം, ഫിറ്റ്സ് അതുപോലുള്ളൊരു അവസ്ഥകൾ വരിക, നാവിന് നിറം വ്യത്യാസം, പ്രധാനമായും ഒരു നീല നിറത്തിലേക്ക് പോവുക, നമ്മളുടെ ബോധാവസ്ഥ കുറഞ്ഞു വരിക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ രോഗലക്ഷണങ്ങൾ വന്നാൽ നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇൻഫ്ലുവൻസ എന്നുള്ളത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ്. ഇൻഫ്ലുവൻസ പ്രത്യേകിച്ച് ഈ ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഈ ഡേഞ്ചർ സൈൻസ് ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ ആൻറ്റി വൈറൽ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും പൂർണ്ണമായി തന്നെ ഭേദമാക്കാവുന്ന രോഗം തന്നെയാണ് ഇൻഫ്ലുവൻസ. എന്നാൽ മറ്റേത് ഇൻഫെക്ഷ്യസ് അഥവാ പകർച്ചവ്യാധികൾ പോലെ ഇൻഫ്ലുവൻസയിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്യൂർ ചെയ്യുന്നതിലും കൂടുതൽ വരാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രിവെൻഷൻ പ്രധാനമായും നമ്മൾക്ക് വാക്സിൻ അവൈലബിൾ ആണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന വാക്സിൻ എല്ലാ ആശുപത്രികളിലും അവൈലബിൾ ആണ്. അതെടുക്കുക. വാക്സിൻ പ്രഗ്നൻ്റ് ആയുള്ള ആൾക്കാരിലും സുരക്ഷിതമാണ്. നമ്മൾക്കിപ്പോൾ പനിയോ അതോ ഇൻഫ്ലുവൻസ ബാധിച്ചിരിക്കുന്ന അവസ്ഥയിൽ വാക്സിൻ എടുക്കാതെ അതൊന്ന് റിക്കവറി ആയി കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. വാക്സിൻ കൂടാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനമായ കാര്യമാണ് ഐസൊലേഷൻ. രോഗം വന്നതിന് ശേഷം 7 ദിവസം അഥവാ മറ്റു മരുന്നുകളുടെ സഹായമില്ലാതെ പനി പൂർണ്ണമായി കൺട്രോൾ ചെയ്ത് 24 മണിക്കൂറിന് ശേഷം ഈ 2 ടൈം ഫ്രെയിം രോഗിയെ മാക്സിമമായി ഐസൊലേറ്റ് ചെയ്യുക. രോഗിയുമായി അടുത്ത് ഇടപെടുന്നവർ നിർബന്ധമായും ഒരു മാസ്ക് ധരിക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുക, ഇൻഫ്ലുവൻസ മാരകമായ ഒരു രോഗമല്ല. കറക്റ്റായി ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ പൂർണ്ണമായി ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. പ്രധാനമായും ബ്രേക്ക് ദ ചെയിൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.